Hello everyone, hope you all are doing good and great. ഇന്നൊരു സൺഡേ ആയിരുന്നു. സൺഡേ എന്താ നമുക്ക് ഓഫീസിൽ പോകണ്ടല്ലോ. സോ ഫ്രീ ആയിട്ടിരിക്കുന്നൊരു സൺഡേ ആണ്. പക്ഷേ ഫ്രീ ആയിട്ടല്ല, ആ ഒരു വർക്ക് അല്ലാണ്ട് വേറെ കുറേ വർക്ക് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ലേറ്റ് ആയിട്ടില്ല. കുറച്ച് നേരത്തെ എണീറ്റു എൻ്റെ രാവിലത്തെ പരിപാടികളും പല്ല് തേപ്പും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താക്കിയെന്ന് അറിയോ, എനിക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യണം, ഇന്നല്ല 2 ഡേയ്സ് കൊണ്ടൊക്കെ തീരുള്ളൂ വർക്ക്സ് എല്ലാം. അപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. എൻ്റെ ഈ ഒരു പ്ലാനർ ഉണ്ടല്ലോ, ഇത് പ്ലാനർ അല്ല, ഒരു നോട്ട്ബുക്കാണ്. പക്ഷേ ബാക്കി എത്ര പ്ലാനേഴ്സ് ഉണ്ടെങ്കിലും എനിക്ക് ഈ സാധനമേ പറ്റുള്ളൂ. എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഈ സാധനം മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഉള്ള എല്ലാ ചപ്പും ചവറും എൻ്റെ ഈ നോട്ട്ബുക്കിലാണ്. ഇതിലില്ലാത്തതായിട്ട് ഒന്നുമില്ല. അപ്പം ഞാൻ രാവിലെ തന്നെ ജസ്റ്റ് റഫായിട്ട് ടു ഡു ലിസ്റ്റ് എഴുതി വെച്ചു. എന്തൊക്കെ ഇന്ന് ചെയ്യണം, കാര്യങ്ങൾ എന്തൊക്കെയാണ്, എനിക്ക് മെയിനായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇത് എഴുതി വെച്ച് ഞാൻ എപ്പോഴും നോക്കും അങ്ങനെയൊന്നുമല്ല, പക്ഷേ എഴുതി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണികൾ കഴിഞ്ഞിട്ട് ടിക്ക് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നോട്ട്ബുക്ക്. ഇതിന് ആമസോണിൽ നിന്ന് മേടിച്ചത്. അങ്ങനെ പിന്നെ ഞാൻ നേരെ എൻ്റെ കീറമാക്സി മാറ്റിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തിടാൻ പോയി. പിന്നെ ഈ ഒരു മഞ്ഞ ടീഷർട്ട് ഇട്ടും. എൻ്റെ കയ്യിൽ കുറേ മഞ്ഞ ടീഷർട്ട് ഉണ്ടെങ്കിലും ഈ ഒരു മഞ്ഞ ടീഷർട്ടിന് എനിക്ക് കുറേ കോംപ്ലിമെൻറ്റ് കിട്ടിയത് എന്തിനാന്ന് എനിക്കൊരു പിടുത്തില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് പത്തിരിയും കോഴി പൊരിച്ചതും കോഴിക്കറി സംഭവം. ഇന്നലത്തെ പത്തിരിയും കോഴിക്കറിയാണ്, കാരണം ബറാത്ത് നോമ്പ് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ് ഇത്. സോ അന്നത്തെ. പക്ഷെ എനിക്ക് പത്തിരി എന്താണെന്നറിയില്ല, എനിക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ പത്തിരി, പിന്നെ നമ്മളവിടെ ഒക്കെ തുടുന്ന മറ്റേ കട്ടില്ലാത്ത ദോശയില്ല, അതൊക്കെ തിന്നാൻ ഭയങ്കര സുഖമാണ്. പത്തിരി എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ മെല്ലെ 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 ഇങ്ങനെ തിന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെയും ജോബിൻ്റെയൊക്കെ കാര്യത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇൻ്റർവ്യൂ കിട്ടിയത്, എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. ഞാൻ ടോട്ടലി 2-3 ജോബിനുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ തിങ് ഈസ് 3 ജോബിനുള്ളതും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ മെയിനായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ. എല്ലാവർക്കും എഴുതാനും വായിക്കാനും ഇംഗ്ലീഷ് അറിയായിരിക്കും, പക്ഷെ സംസാരിക്കാൻ ഭയങ്കര പേടിയായിരിക്കും. 2 ആൾക്കാരെ മുന്നിൽ തെറ്റിപ്പോവും, ഓരെന്താ വിചാരിക്കുക, ഗ്രാമർ ശരിയാവും എന്നുള്ള സംഭവങ്ങളൊക്കെ. ഈ ഒരു പ്രശ്നം ഒരു ടൈം വരെ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 1.5 ഇയർ മുന്നേ ഒക്കെ ഞാൻ ഇൻ്റർവെൽ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് വ്ളോഗ്സിലൂടെ ഞാൻ കാണിക്കുകയും ചെയ്തതാണ്. അവർ കാരണം എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ് കിട്ടിയത് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും വായിക്കാനും എല്ലാ കാര്യത്തിലും. പക്ഷെ എത്ര പഠിച്ചാലും നമുക്ക് പിന്നെ ഉണ്ടാവും ഒന്നുകൂടെ ഇമ്പ്രൂവ് ആക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പിന്നെയും ഒന്നുകൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ സ്പീക്ക് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സിൽ. സത്യം പറയലേ കോവിഡ് ടൈമിലൊക്കെ വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളൊരു ട്രെൻഡിങ് ആയിരുന്ന ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഒരു ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. പിന്നെ അതുപോലെ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1-to-1 അല്ല, ഗ്രൂപ്പ് ആയിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കയറിയ സ്പീഡിൽ തന്നെ ഞാൻ തിരിച്ച് ഡ്രോപ്പ് ഔട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻ്റർവെല്ലിൽ ചൂസ് ചെയ്തത്. കാരണം അവരിവിടെ കൊടുക്കുന്നത് 1-to-1 ക്ലാസ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാനും എൻ്റെ ട്യൂട്ടറും മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ, എന്തൊക്കെ മിസ്റ്റേക്സ് എനിക്ക് പറ്റുന്നുണ്ടോ, ഒന്നും എനിക്കൊരു നാണം ഇല്ലാണ്ട് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു പേടിയിരിക്കും, പക്ഷേ ഓരെന്താ വിചാരിക്കും, എനിക്ക് ചോദിക്കാൻ പറ്റും, പക്ഷേ എന്തോ ഒരു വിചാരിക്കാന്നൊക്കെ. ഇവിടെ അങ്ങനെ ഒരു സംഭവം, ഞാൻ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം. 100% റിസൾട്ട് എൻഷുർ ചെയ്യുന്നുണ്ട് ഇവർ. ഇംഗ്ലീഷ് മാത്രമല്ല, സ്പോക്കൺ ജർമ്മൻ, ഹിന്ദി, ഫ്രഞ്ച് അങ്ങനത്തെ ഒക്കെ 1-to-1 ആയിട്ട് ഇവർ പഠിപ്പിക്കും. ഇനി 1-to-1 അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് സ്മോൾ ഗ്രൂപ്പ്സ് ആയിട്ടും കൂടെ ഇവർ ചെയ്തു കൊടുക്കും. ടീച്ചേഴ്സ് ആവാനുള്ള കോഴ്സുകൾ കുറേ കോഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടീച്ചർ ആവാനൊക്കെ നല്ല ആഗ്രഹമുണ്ട്, റിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ലാംഗ്വേജ് സ്റ്റഡീസിന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള സംഭവമാണ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞത്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുക, എന്തായാലും ചെക്ക് ചെയ്തൊക്കെ നഷ്ടമാവില്ല. ബൈ എൻ്റെ റൂമിൽ എ സി പിന്നെയും കേടായി. ഇത് 2ാം പ്രാവശ്യം അല്ല 3ാം പ്രാവശ്യം നന്നാക്കാൻ കൊണ്ടുപോയേക്കാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ റൂമിൽ കയറാറേ ഇല്ല. ഞാൻ വേറെ റൂമിൽ കിടക്കും, അല്ലെങ്കിൽ ഞാൻ താഴെ എവിടെയെങ്കിലൊക്കെ ഞാൻ മൂലൊക്കെ കിടന്നിറങ്ങും. അപ്പോൾ എൻ്റെ റൂം കുറച്ച് മെസ്സായിട്ട് കിടക്കുകയാണ്. ഞാൻ ആലപ്പുഴയൊക്കെ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ വ്ളോഗ് വരും, ഞാൻ ഫുൾ എടുത്തിട്ടില്ല. കുറച്ച് ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഒന്നും എടുത്തിട്ടില്ല വീഡിയോ. റീസെൻ്റായിട്ട് എനിക്ക് കുറേ ജ്വല്ലറീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ വാങ്ങിയതും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഈ ഒരു ഐ മാസ്ക് ഞാൻ മിനിസോന്ന് മേടിച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ട് ബാക്കി പണികൾ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ നോമ്പൊക്കെ ആവാനായല്ലോ. അപ്പോൾ നനച്ചൂളിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ എന്താ പറയുക, വീട്ടിൽ ഓരോരോ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ഓട്ടോ പോണ സൗണ്ടൊക്കെ ഉണ്ടാവും, കാരണം മൊത്തത്തിലൊരു എന്താ പറയുക അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ ആദ്യം കർട്ടനൊക്കെ അയക്കേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഐ മാസ്ക് ഇട്ട് കൊടുത്ത്, എനിക്ക് ഇഷ്ടമായി, നല്ല സോഫ്റ്റ് ആവും നമ്മുടെ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വലിയ സംഭവം ഐ മാസ്കിൽ നമുക്ക് കിട്ടാനില്ല. ഇനി നമ്മൾ ജ്വല്ലറീസ് നോക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു കുറേ സ്റ്റഡിൻ്റെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മാല എനിക്ക് അബിക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജ്വല്ലറി എല്ലാവരും ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് മറ്റേ ഞാൻ പറയല്ലോ ആലപ്പുഴ കല്യാണം ആയിരുന്നു. അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടി, ഞാനല്ല പൊന്നു
പൊന്നുമായിരുന്നു ആ അന്നത്തെ ദിവസത്തെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓർണയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഈ ഒരു ഇയറിങ്സ് ഉണ്ട്, ഇത് ഞാൻ ഇട്ടിട്ടില്ല. ഇത് ഞാൻ എൻ്റെ ഒരു ഡ്രസ്സൊക്കെ ഇടാമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ അന്ന് ഞാൻ ഈ സാധനം നോക്കിയിട്ട് എവിടെയും കണ്ടില്ല. അപ്പോൾ ഞാൻ ഇതിട്ടില്ല, വേറൊരു കമ്മലിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഈ ഒരു സെറ്റും ഉണ്ട്, മൂന്ന് കമ്മലോ 4 കമ്മലിൻ്റെ ഒരു സെറ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു നല്ല നല്ല ഭംഗിയുണ്ട് ഈ ജുംക്ക കാണാൻ വേണ്ടിയിട്ട്, ഇതും ഓർണയിൽ നിന്ന് മേടിച്ചായിരുന്നു. പിന്നെ വേറൊരു വയലറ്റ് സ്റ്റോൺ വരുന്ന ഒരു കമ്മലുണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു പുതിയത്. പിന്നെ ഈ ഒരു വയലറ്റ് കമ്മലാണ്, ഇത് ഞാൻ എൻ്റെ ഒരു പർപ്പിൾ സാരി ഉണ്ട്, നല്ല ഡാർക്ക് വയലറ്റ്, അതിക്കിടാൻ മേടിച്ചായിരുന്നു ഈ സാധനം. ഇത് ഞാൻ കോഴിക്കോട് SM സ്ട്രീറ്റിലൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഓർണയിൽ നിന്ന് മേടിച്ചാണ്. ലൈക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു കമ്മൽ, അങ്ങനത്തെ കുറേ ക്യൂട്ട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ മാല ഉണ്ടായിരുന്നു, ഇതൊക്കെ കെട്ട് കുടുങ്ങി കിടക്കുകയാണ്. ഈ മാലകൾ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന പോലത്തെ ഓർഗനൈസർ ഉണ്ടല്ലോ, അത് ഞാൻ കുറേ ആയി നോക്കുന്നു. ഞാൻ വിചാരിച്ച സാധനം കിട്ടിയിട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിക്കണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ ഒന്ന് ലിങ്ക് അയച്ചു തരണം. ലൈക്ക് മാല ഹാങ് ചെയ്ത് ഇങ്ങനെ തൂക്കിടാൻ പറ്റുന്ന ടൈപ്പ് ഓർഗനൈസർ, ഇങ്ങനെ മറ്റേത് കെട്ടുടുങ്ങി പോവാണ്. അത് ആരെങ്കിലും കാണുകയാണെങ്കിൽ എനിക്കൊന്ന് ലിങ്ക് അയച്ചു തരണം. ആൻഡ് ഇത് എനിക്കൊരു ക്രാഫ്റ്റ് പേജിൽ നിന്ന് ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ഗിഫ്റ്റിനേക്കാളും എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നുന്നത് ഈ ഒരു ലെറ്ററാണ്. എനിക്ക് എന്തായാലും ഈ ഹാൻഡ് റിട്ടൺ ലെറ്റേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നമുക്ക് ആരും തരില്ല, പക്ഷെ കിട്ടണത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഇങ്ങനത്തെ സംഭവം കിട്ടി. ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു കുറേ റിംഗ് ആൽബം അങ്ങനത്തെ കുറേ സംഭവം അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ മേക്കപ്പിൻ്റെ ബോക്സാണ്, മേക്കപ്പിൻ്റെ ബോക്സ് അല്ല ബട്ട് സ്റ്റിൽ ഇപ്പം ഞാൻ ഇതാണ് മേക്കപ്പിൻ്റെ ബോക്സ് ആക്കിയിട്ട് യൂസ് ചെയ്തത്. വേറൊരു ബോക്സും ഇല്ലാത്ത കളിയാണ് ഇപ്പം ഇൻ്റെത്. ഇപ്പോഴാണ് എനിക്കൊരു തള്ള വൈബ് ഫീൽ ചെയ്യണത്. ഇപ്പം പണ്ടത്തെ പാട്ട ബോക്സ് കുപ്പിയൊക്കെ എടുത്ത് വെക്കുക, എന്തെങ്കിലും ആവശ്യം വരുമല്ലോ എന്ന് വെച്ചിട്ട്, അതേപോലത്തെ ഒരു മൊമെൻ്റ്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പം റെഡി ആവാനൊക്കെ ഭയങ്കര മടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ റൂമിൽ AC വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ ഞാൻ മേലോട്ട് അങ്ങനെ കയറുന്നില്ല, ഞാൻ താഴെ ഏതെങ്കിലും മൂലൊക്കെ പോയി കിടന്നുറങ്ങില്ല. അപ്പോൾ നേരെ ഉണ്ടാവില്ല, അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ട് കിടന്നുറങ്ങും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് അത്യാവശ്യം വേണ്ട സ്കിൻ കെയറും മേക്കപ്പും സാധനങ്ങളും ഞാൻ താഴെ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ താഴെ നിന്ന് ഞാൻ റെഡി ആയിട്ട് പോകുമല്ലോ. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് ഓർഗനൈസർ എന്ന് പറയുന്നത്. ഒരു ഹാർട്ടിൻ്റെ ഒരു സംഭവമാണ്. ഇത് ഞാൻ മിനിസോന്ന് മേടിച്ചിട്ടുണ്ട്. ഇതിലും മാല ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും, പക്ഷെ നല്ലപോലെ നിൽക്കണമെങ്കിൽ 2-3 ചുറ്റുകളൊക്കെ ചുറ്റിയിട്ട് ഇങ്ങനെ ചെറുതാക്കി വെക്കണം. പക്ഷെ അത്ര ചുറ്റുമ്പോൾ സാധനം കട്ട് കൂട്ടും, അതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല. പക്ഷെ കാണാൻ നല്ല ക്വാളിറ്റി ഉള്ളൊരു സംഭവം തന്നെയാണ് അത്, ആ ഒരു ഓർഗനൈസർ. പിന്നെ ഈ ഒരു സാധനം ഞാൻ കുറേ കാണിച്ചിട്ട് ഇത് മീഷോന്ന് മേടിച്ചതാണ്. ഇയറിങ്സ് ഒക്കെ വെക്കാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അഫോർഡബിളാണ് ഈ സാധനം. ലൈക്ക് 200 രൂപേൻ്റെ ഉള്ളിൽ ഇത് ഈസി ആയിട്ട് മേടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് മറ്റൊരു ആംഗ്ലറ്റാണ്, ഒരൊറ്റ കാൽമേൽ മാത്രം ഇടാൻ പറ്റുന്ന ടൈപ്പ്. പിന്നെ ഈ ഒരു ബ്ലാക്ക് ബോക്സ് ഉണ്ടല്ലോ, ഇതും ഞാൻ മിനിസോന്ന് മേടിച്ചതാണ്. ഒരു ബോക്സിന് 100 രൂപ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് മിനിസോലൊക്കെ ഒന്ന് പോകണം എന്തെങ്കിലുമൊക്കെ വാങ്ങാനേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് സംഭവങ്ങളൊക്കെ വെച്ചു. പിന്നെ ഈ ഒരു മാല ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് മേടിച്ചാണ്, ചിംകി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് ഉണ്ട്, അതിൽ നിന്നാണ് ആ മാല ഞാൻ മേടിച്ചത്. പിന്നെ ഈ ഒരു കമ്മൽ കണ്ടോ, ഇതിൻ്റെ ഒരു കമ്മലിൻ്റെ ഒരു കല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കല്ല് പോകും, നമുക്ക് പശ ഒട്ടിച്ചാൽ മതി. അപ്പോൾ ആ കല്ല് ഞാൻ എവിടെ വെച്ചത് നിങ്ങൾക്ക് അറിയില്ല. ആ കെട്ടുടുങ്ങിയ മാല ഉണ്ടോ, അതേപോലെ കെട്ടുടുങ്ങി പോവാണ് നമ്മൾ അവിടെയും ഇവിടെ ഇട്ടിട്ട്. അപ്പോൾ എനിക്ക് ഹാങ് ചെയ്ത് വെക്കുന്നത് വേണമെന്നുണ്ട്, തപ്പിയിട്ട് കാണുന്നില്ല. അങ്ങനെ പിന്നെ അതിനൊക്കെ ഞാൻ ഒന്നൊന്ന് മാറ്റിയെടുത്തു. ഈ ഒരു സാധനം കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് കല്ല് പോയ സാധനം. ഇതിൻ്റെ കല്ല് ഞാൻ കുറേ തപ്പി, പക്ഷേ കല്ല് കിട്ടിയിട്ട കല്ല് ആ മറ്റേ പിങ്ക് ഹാർട്ടിൻ്റെ ബോക്സ് ഇല്ല, അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു വലിച്ച ഒരു സാധനം ഉണ്ട്, അതിൻ്റെ അകത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാമല ഈ ഒരു ബോക്സ് ഞാൻ ഫുൾ കംപ്ലീറ്റ് ആക്കിൻ്റെ സ്റ്റഡൊക്കെ വെച്ചിട്ട്, കാരണം ഞാൻ ഇപ്പം അടുത്തും സുഡിയോയിൽ പുതിയ ഇയറിങ്സിൻ്റെ കളക്ഷൻ വന്നപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. എനിക്ക് സുഡിയോൻ്റെ ജ്വല്ലറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒക്കെ നല്ല രസമുള്ള പീസസ് ആയിരിക്കും. സോ ഓൾമോസ്റ്റ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചു. നിങ്ങളെ കാണിപ്പിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ കുറച്ച് ഞാൻ ഉച്ചൻ്റെ മുന്നേ ബിരിയാണി ചൂടാക്കി തന്നു. കഴിഞ്ഞ ദിവസത്തെ ബിരിയാണി ചൂടാക്കി കഴിക്കുമ്പം നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പം അതിങ്ങനെ ഞാൻ നല്ല ഇങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ കേഡ്രാമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഇത് മറ്റേ സെറ്റാഫിലിൻ്റെ ഡ്രൈ സ്കിന്നിൻ്റെ ഫേസ് വാഷാണ്. ഇതിൻ്റെ ഉമ്മക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തായിരുന്നു, പക്ഷേ ഇതിൽ ആക്ച്വലി 2027 വരെയാണ് എക്സ്പയറി ഡേറ്റ് കാണിക്കുക. ഇപ്പോൾ 2025 അല്ലേ ആയിട്ടുള്ളൂ. സാധനം കേടുവന്നു പോയി, കുറേ അതിൽ ബാക്കിയുണ്ടായിരുന്നു. ഉമ്മച്ചി കുറച്ച് യൂസ് ചെയ്ത് ബാക്കി പിന്നെ ഞാനാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ ബാംഗ്ലൂർ പോയി വന്ന ടൈം കൊണ്ട് സാധനം കേട് വന്നു പോയി, ഭയങ്കര വൃത്തിയായിട്ട് സ്മെല്ലും കളറും മാറി, ആകെ ചീഞ്ഞു പോയി സാധനം. അപ്പം എനിക്കെന്താ ലൈക്ക് വൈ പിന്നെ എന്തിനാണ് ഇത്രയും കാലം അവർ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്? ലൈക്ക് വേറെ ഒന്നും ചെയ്തിട്ടില്ല, അവിടെ തന്നെ വെച്ചിട്ടില്ലായിരുന്നു ഈ ഒരു സാധനം, ഓപ്പൺ ആക്കി വെച്ചിട്ടോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എന്താ അറിയില്ല, ഇതേപോലെ തന്നെ ആയിരുന്നു. ഇന്ത്യയിലൊരു ഫോക്സ് സ്റ്റൈലിൻ്റെ സീറം ഉണ്ടായിരുന്നു, ഇതും സെയിം അവസ്ഥ. ഇത് ഓപ്പൺ ആക്കിയെന്നെങ്കിലും വെക്കുക, ഫോക്സ് സ്റ്റൈൽ ഞാൻ ഓപ്പൺ പോലെ ആക്കില്ല. കഴിഞ്ഞ ജൂണിൽ എനിക്ക് കിട്ടിയിട്ട് ഒരു 1 മന്ത് മുന്നേ ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കി, പക്ഷെ അത് വൃത്തിയായിട്ട സാധനം വരും, ആദ്യം സ്മെല്ലൊക്കെ ആയിപ്പോയി. വിറ്റമിൻ C കേട്ടോ.
അത് ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഞാൻ ജസ്റ്റ് പാക്കറ്റിൻ്റെ അടുത്ത് ഓപ്പൺ ആക്കിയിട്ടുള്ളായിരുന്നു. അപ്പം ഇപ്പം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടെഡ്ഡി ബിയറൊക്കെ ഞാൻ വാഷ് ചെയ്യാൻ കൊണ്ടുപോയിരുന്നല്ലോ, അത് ഉണങ്ങി, അത് വാഷിംഗ് മെഷീനിൽ എടുത്തു, അത് ഉണക്കാനിട്ടു, അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ വിറ്റമിൻ സി സിറത്തിൻ്റെ സംഭവം ഞാൻ എവിടെയെങ്കിലും എടുത്ത് വെച്ചിക്കണമെന്നറിയില്ല, വൃത്തികേടായിപ്പോയി. ഞാനാണെങ്കിൽ ഒരു തുള്ളി പോലെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ഇടുന്നു, എന്ത് സംഭവം എന്നാവും. ഓക്കെ, അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ നഖം വെട്ടാൻ തന്നു. എൻ്റെ നഖം കുറേ പേർക്ക് പ്രശ്നമാണെന്ന് നിങ്ങൾക്കറിയാം. ബട്ട് സ്റ്റിൽ എനിക്ക് എന്തോ നഖം വെട്ടാൻ തോന്നി. പിന്നെ ഞാൻ മെയിനായിട്ട് നഖം വളർത്തൽ എപ്പോഴാണെന്ന് വെച്ചാൽ, മീൻസ് വെട്ടാതെ വളർത്തൽ എപ്പോഴാണെന്ന് വെച്ചാൽ, എനിക്ക് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ, എനിക്ക് ലോങ് നെയിൽസ് ഇഷ്ടമാകുമ്പോഴാണ് നഖം വളർത്തുക. അപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം നെയിൽ പോളിഷ് ഇട്ടിട്ട് കൊണ്ടെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് പിന്നെ ഫേക്ക് നെയിൽസ് വെക്കണം, അത് എനിക്ക് അത്ര മാച്ചില്ല, എൻ്റെ കൈ ചെറുതായതുകൊണ്ട്. അങ്ങനെ പിന്നെ നനച്ചിലിൻ്റെ ഭാഗമായിട്ട് സിമ്പിൻ്റെ കൂട് കഴുകി വൃത്തിയാക്കേണ്ടിയിരുന്നു ഹാദിയും ടീംസും. അതിൽ സെപ്പൊക്കെ അതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ടാണ് വൃത്തിയാക്കുന്നത്. പിന്നെ കുറേ രോമം ഉണ്ടാവുമല്ലോ, അത് നമ്മൾ വാക്യൂം ക്ലീനർ വെച്ചിട്ട് രോമം എടുക്കും, എന്നിട്ട് പിന്നെ വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്യുക. അങ്ങനെ ഇരുന്നു. പബു സപ്പു എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഒരു ഉച്ചക്കായപ്പോൾ, ഇപ്പോഴും ഉച്ചയായിട്ടില്ല കേട്ടോ, കുറേ പണികൾ കഴിഞ്ഞല്ലോ, ഉച്ചയായിട്ടുള്ളൂ. ഉച്ചക്കായപ്പോൾ ഞാനും ഉമ്മച്ചിയും ആദ്യം കൂടെ ഒന്ന് പുറത്ത് കഫേയിലൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഉച്ചയല്ല കേട്ടോ, സോറി, 3 മണി 4 മണി ആയിക്കണം, വൈകുന്നേരം ആയിക്കണം. അപ്പോൾ മാറ്റിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ മറ്റേ പാട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നുണ്ട്, ഏതറിയോ, ഒരു ഉസ്താദ് ഹോട്ടലിലെ പാട്ടില്ലേ, മറ്റേ വാതിലില്ല വാതിൽ, അത് കേട്ടിട്ട് അതിനാണ് ഞാൻ ഈ താളം അങ്ങനത്തെ പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ തട്ടൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ അങ്ങനത്തെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വേറൊരു വൈബാക്കരം. അങ്ങനെ പിന്നെ നമ്മൾ കഫേയിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനത്തെ കുറേ കലാപരിപാടികളുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസം തിരക്കിട്ട് പോയി തിരൂർ പോയിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. സമയമില്ലാത്ത സമയത്തായത് കൊണ്ട് തന്നെ ഒരു വീഡിയോ പോലും ഞാൻ അതിൻ്റെ എടുത്തിട്ടില്ലായിരുന്നു. അപ്പം അതന്നെ. അപ്പം നമ്മൾ കഫേ പോയി ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്നാണ് പ്ലാൻ ആയത്. കാരണം എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഡ്രസ്സ് ഞാൻ കുറച്ച് അപ്പുറത്ത് കാണിച്ചു തരാം. പിറ്റേ ദിവസത്തുള്ള ഫംഗ്ഷന് എനിക്ക് മാത്രം ഡ്രസ്സ് കിട്ടിയില്ല. അപ്പോൾ രാത്രി പോയി തിരൂർ പോയി ഡ്രസ്സ് എടുത്തു. അപ്പം അങ്ങനെ. അപ്പോൾ ഇതായിരുന്നു ഞാൻ എടുത്തിട്ടുള്ള ഡ്രസ്സ്. ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് അധികം ഇടലില്ല, റെഡിമെയ്ഡ് അങ്ങനെ ഇടലില്ലല്ലോ, ഫുൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഇടല്. അപ്പോൾ ഇത് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇടാൻ വിചാരിച്ചു. ഈ കളർ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് ഈ കളർ ചൂസ് ചെയ്തത്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ എൻ്റെ താത്താൻ്റെ അഥവാ എൻ്റെ കസിൻ്റെ നമ്മൾ 7 മന്തിൻ്റെ സെറിമണി ഉണ്ടാവുമല്ലോ, അതിന് പോകാനായിരുന്നു. അപ്പം നമ്മൾ മാറ്റി ഒരുങ്ങി അതിന് പോയി. പിറ്റേ ദിവസം രാവിലെയാണ് പോയത്. ഇത് 2 ദിവസത്തെ പിറ്റേ ദിവസം രാവിലെ കുറച്ച് വ്ളോഗും കൂടെ ആഡ് ചെയ്തതാണ്. എന്തായാലും എടുത്തതല്ലേ, ഡ്രസ്സൊക്കെ കാണിക്കുക എന്നുള്ള രീതിയിൽ. അപ്പം ഇതായിരുന്നു ഡ്രസ്സ് മേടിച്ചത് തിരൂർ പേസ്റ്റൽസ് ബ്രൈഡലുണ്ടല്ലോ, അവിടെ നിന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഫംഗ്ഷനൊക്കെ പോയി ഫുൾ സെറ്റായി ഫുഡൊക്കെ അടിച്ച് ക്ഷീണിച്ചിരിക്കുന്ന ഇരിപ്പാണിത്. കാരണം നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ചു, ഉച്ചക്കത്തെ ഫുഡ് നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.